പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഇന്ത്യയുടെ വിലപ്പോവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പം മുമ്പ് രാജ്യത്തോടായി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു പേര് മാത്രമല്ല, രാജ്യത്തെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചവർക്കുള്ള സൈന്യത്തിൻ്റെ കനത്ത മറുപടിയാണെന്ന് പ്രധാനമന്ത്രി. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല, സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാന്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഭാവി നടപടി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. ऑपरेशन सिंदूर के लक्ष्यों की प्राप्ति के लिए असीम शौर्य का प्रदर्शन किया। मैं उनकी वीरता को, उनके साहस को, उनके पराक्रम को आज समर्पित करता हूं हमारे देश की हर माता को, देश की हर बहन को और देश की हर बेटी को ये पराक्रम समर्पित करता हूं. വളരെ വ്യക്തതയുടെ നിശ്ചിതമായ വാക്കുകൾ തന്നെ പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് പ്രധാനമന്ത്രി നൽകിക്കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ തത്സമയം പ്രൈം ടൈമിൽ ചേരുകയാണ്. അച്യുതൻ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പ്രധാനമന്ത്രി വ്യക്തമായി പറഞ്ഞൊരു കാര്യം, വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല. സിന്ധു നദീജല കരാർ നമ്മൾ മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഒരറ്റത്തൂടെ തീവ്രവാദികളെ അയക്കുകയും മറുഅറ്റത്തൂടെ നമ്മൾ നൽകുന്ന ശുദ്ധജലം പാനം ചെയ്യുകയും ചെയ്യുന്ന ഈ പാകിസ്ഥാൻ്റെ പതിവ് കളി ഇനി നടക്കില്ല എന്ന് പ്രധാനമന്ത്രി പറയാതെ പറയുകയായിരുന്നു. തീർച്ചയായിട്ടും എസ് കെ എൻ അത് തന്നെയാണ്. അതായത് പാകിസ്ഥാൻ ആ ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കുന്ന കാലത്തോളം അത്രയും ഈ സിന്ധു നദീജല കരാർ ഉൾപ്പെടെയുള്ളത് മരവിപ്പിച്ച് വച്ചിരിക്കുന്ന നടപടി അത് തുടരും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭീകരവാദവും ചർച്ചയും ഒരുമിച്ച് നടക്കില്ല, ഭീകരവാദവും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല, രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നതാണ് പാകിസ്ഥാനെതിരെ ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയം. അതിൽ നിന്ന് ഒരിഞ്ച് വിട്ടുവീഴ്ചയ്ക്ക് പോലും രാജ്യം തയ്യാറല്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന അതെന്തായിരുന്നു എന്നുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യം എന്തായിരുന്നു, അതെന്തുകൊണ്ട് ആ ദൗത്യത്തിലേക്ക് രാജ്യം കടന്നു എന്നതാണ് പ്രധാനമന്ത്രി വിശദീകരിച്ചത്. അതായത് തുടക്കത്തിൽ തന്നെ അദ്ദേഹം എല്ലാ സേനകളെയും സല്യൂട്ട് ചെയ്യുന്നു, ബിഗ് സല്യൂട്ട് എന്നാണ് പറഞ്ഞത്. സേനകൾക്ക് ആദരവർപ്പിച്ചു. ഇന്ത്യയുടെ ശക്തി എന്തെന്ന് വെളിപ്പെടുത്തിയതായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ, കഴിഞ്ഞ ദിവസങ്ങൾ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും കുട്ടികൾക്കുമായാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യം സമർപ്പിക്കുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുരുഷന്മാർ സ്വന്തം മക്കളുടെയും അതുപോലെ തന്നെ ഭാര്യമാരുടെയും മുന്നിൽ മരിച്ചു വീഴുന്ന സാഹചര്യമാണ് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഉണ്ടായത്. മതം തെരഞ്ഞ് ആക്രമിക്കുകയാണ് ഭീകരർ ചെയ്തത്. അത്രയും ഹീനമായ പ്രവൃത്തി ഉണ്ടായി. ഇതിന് തക്കതായ മറുപടി നൽകാൻ രാജ്യം തീരുമാനിച്ചു. സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ദൗത്യം നടത്തിയത്. മെയ് 6 രാത്രി മുതൽ മെയ് 7 പുലർച്ചെ വരെ എന്താണ് ഇന്ത്യ എന്നത് ലോകമറിഞ്ഞു. അതെങ്ങനെയാണ് ഭീകരവാദത്തിനെതിരെ മറുപടി നൽകിയതെന്ന് ലോകമറിഞ്ഞു എന്നും പ്രധാനമന്ത്രി അഭിസംബോധനയിൽ പറയുന്നു. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു. അത് കൃത്യമായ പദ്ധതിയോടുകൂടി അവിടെ പൂർണ്ണമായി അത് ഭസ്മമാക്കി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ അതിനുശേഷമാണ് പാകിസ്ഥാൻ്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നത്. പാകിസ്ഥാൻ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി. നിയന്ത്രണ രേഖയിൽ സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടും സ്കൂളുകളും കോളേജുകളും ആരാധനാലയങ്ങളും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ആക്രമണങ്ങൾ ആരംഭിച്ചു. അതിന് ഇന്ത്യ ശക്തമായ ഭാഷയിൽ അതിനും മറുപടി നൽകി. പാകിസ്ഥാൻ്റെ ഹൃദയത്തിലാണ് ഇന്ത്യ മുറിവേൽപ്പിച്ചത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. സേനകൾക്ക് അവിടെയും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകളും മിസൈലുകളുമെല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഭസ്മമാക്കി എന്നും പ്രധാനമന്ത്രി പറയുകയാണ്. ഏതാണ്ട് 100-ലധികം തീവ്രവാദികളെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വധിക്കാൻ കഴിഞ്ഞത്. ആഗോള തീവ്രവാദവുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളാണ് ഈ തകർത്ത 9 കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുന്നതെന്ന കാര്യം കൂടി പ്രധാനമന്ത്രി ഈ അവസരത്തിൽ രാജ്യത്തോട് പറയുകയുണ്ടായി. അങ്ങനെ ഇന്ത്യ ശക്തമായ ഭാഷയിൽ തീവ്രവാദത്തിന് മറുപടി നൽകി. ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അത് പാക് അധിനിവേശ കാശ്മീരിൽ മാത്രമാണ്, അവിടെ മാത്രമേ ചർച്ചയുള്ളൂ എന്ന് പ്രധാനമന്ത്രി പറയുന്നു. മാത്രമല്ല, ഈ തിരിച്ചടി ഇന്ത്യ നൽകിയതിന് പിന്നാലെ പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കരയുകയും സഹതാപം പിടിച്ചു പറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തി. ഒടുവിൽ
പാകിസ്ഥാന്റെ DGMOയാണ് വിളിച്ച് അഭ്യർത്ഥിക്കുന്നത് വെടിനിർത്തലിലേക്ക് എത്താം. കാരണം അത്രമേൽ പ്രഹരം ഇന്ത്യ സൃഷ്ടിച്ചിരുന്നു, അവിടുത്തെ വ്യോമതാവളങ്ങൾ തകർത്തെറിഞ്ഞു എന്നുകൂടി പ്രധാനമന്ത്രി പറയുകയാണ്. എന്തായാലും രാജ്യം നൽകിയ മറുപടി, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയ മറുപടി അത് വിശദീകരിക്കുകയും ഒപ്പം രാജ്യം സ്വീകരിച്ചിരിക്കുന്ന നയം എന്താണെന്ന് വ്യക്തമാക്കുകയുമാണ് പ്രധാനമന്ത്രി നടത്തിയ അഭിസംബോധനയിലുള്ളത്. SKN. ഓക്കെ, താങ്ക് യു. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.